ഈ വീഡിയോയിൽ പറയുന്ന സംഭവങ്ങൾ നാട്ടുകഥകളെയും ജനവിശ്വാസങ്ങളെയും അടിസ്ഥാനമാക്കിയതാണ്. വിനോദവും ബോധവൽക്കരണവുമാണ് ലക്ഷ്യം. ഇത് ഒരു കഥയാണോ, അല്ലെങ്കിൽ ഒരു കാലത്ത് ഒരു ഗ്രാമം മുഴുവൻ പേടിയിൽ ജീവിക്കാൻ കാരണമായ ഒരു യാഥാർത്ഥ്യമാണോ? പോലീസ് രേഖകളില്ലാത്ത, കോടതി വിധികളില്ലാത്ത, പക്ഷെ നാട്ടുകാരുടെ ഓർമ്മകളിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ഭീതിയുടെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഈ കഥ ചെറുപ്പകാലം എന്നെ പോലെ തന്നെ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കല്ലിയങ്കാട് ഒരു കാലത്ത് ശാന്തമായ ഒരു ഗ്രാമം. ഇത് ഒരു കഥയെന്ന് പറഞ്ഞു തുടങ്ങാൻ പോലും ഭയമുണ്ട്. കാരണം കേരളത്തിലെ ഒരു ഗ്രാമം ഒരു കാലത്ത് മുഴുവൻ പേടിയിൽ ജീവിച്ച ഒരു യാഥാർത്ഥ്യത്തിന്റെ ഓർമ്മയാണ് ഇത്. ഇന്നും ചില വീടുകളിൽ രാത്രി ഈ പേര് ഉച്ചത്തിൽ പറയാൻ പോലും ധൈര്യമില്ല. കല്യാങ്കാട്ട് നീലി. ഇന്നവൾ ഒരു യക്ഷിയായി അറിയപ്പെടുന്നുവെങ്കിലും ഒരു കാലത്ത് അവൾ രക്തവും മാംസവുമുള്ള ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. കല്യാങ്കാട് എന്ന ഗ്രാമത്തിലെ അതിരുകളിലായി കാടിനോട് ചേർന്ന ഒരു ദരിദ്ര വീട്ടിലാണ് അവൾ ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ അവൾ വ്യത്യസ്തയായിരുന്നു. അധികം സംസാരിക്കാത്ത, കണ്ണുകളിൽ സ്ഥിരമായി ഒരു വിഷാദം ഒളിപ്പിച്ച പെൺകുട്ടി. അമ്മ അവൾക്ക് ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു. അച്ഛൻ മദ്യത്തിന് അടിമയായതോടെ ജീവിതം പൂർണ്ണമായി തകർന്നു. പലപ്പോഴും അവൾ വിശപ്പോടെ ഉറങ്ങുകയും ബന്ധുക്കളുടെ വീടുകളിൽ ജോലി ചെയ്ത് ജീവിക്കുകയും ചെയ്തു. എന്നിട്ടും അവൾക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഈ ഗ്രാമം വിട്ട് ഒരിക്കലെങ്കിലും മാന്യമായി ജീവിക്കണമെന്ന സ്വപ്നം. കൗമാരപ്രായത്തിൽ അവൾ ഒരാളെ കണ്ടുമുട്ടി. അയാൾ അവളോട് സ്നേഹം നടിച്ചു. അവളുടെ ദാരിദ്ര്യവും നിസ്സഹായതയും തന്നെയാണ് അയാളെ ആകർഷിച്ചത്. അവൾക്ക് ആദ്യമായി ജീവിതത്തിൽ ഒരാൾ അവളെ മനസ്സിലാക്കുന്നത് പോലെ തോന്നി. വിവാഹ വാഗ്ദാനങ്ങൾ നൽകി. നമ്മൾ ഒരിക്കൽ ഇവിടെ നിന്ന് പോകും, പുതിയ ജീവിതം തുടങ്ങുമെന്ന് പറഞ്ഞ് അവൾ അവനെ ദൈവത്തെ പോലെ വിശ്വസിച്ചു. എന്നാൽ ആ വിശ്വാസമാണ് അവളുടെ മരണവഴി തുറന്നത്. ഒരു പൂർണ്ണചന്ദ്രനുള്ള രാത്രിയിൽ അയാൾ അവളെ രഹസ്യമായി കാണാൻ വിളിച്ചു. ഇന്ന് രാത്രിയാണ്, നമ്മൾ ഒളിച്ചോടണം എന്ന് പറഞ്ഞ് സ്നേഹത്തിൽ കണ്ണടഞ്ഞ അവൾ ആരോടും ഒന്നും പറയാതെ കല്ലിയങ്കാട് കാടിന്റെ ഉള്ളിലേക്ക് അവനെ പിന്തുടർന്നു. പക്ഷെ അവിടെ അവൾ കാത്തിരുന്നത് പ്രണയമല്ല, വഞ്ചനയായിരുന്നു. അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല, ഗ്രാമത്തിലെ ചിലർ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അവളെ അവർ ക്രൂരമായി അപമാനിച്ചു. അവളുടെ നിലവിളികൾ കാടിനുള്ളിൽ തന്നെ മറഞ്ഞു. ആരും കേൾക്കില്ലെന്ന് അവർ ഉറപ്പാക്കി. അവസാനം അവൾക്ക് ജീവനുണ്ടായിരിക്കുമ്പോഴേ അവളെ ഒരു കുഴിയിൽ തള്ളിയിട്ട് മണ്ണിട്ടു മൂടി. ആ രാത്രിയിൽ അവളുടെ കണ്ണുകൾ തുറന്ന നിലയിലായിരുന്നുവെന്ന് ചിലർ പറയുന്നു. നീതി കിട്ടാതെ, ആരും അന്വേഷിക്കാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം അവിടെ അവസാനിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു, പക്ഷെ അവളെക്കുറിച്ച് ആരും ചോദിച്ചില്ല. അവൾ ഒളിച്ചോടിയെന്ന കഥ ഗ്രാമത്തിൽ പടർന്നു. കാലം കടന്നു. പക്ഷെ അതിനുശേഷം കല്യാങ്കാട് മാറി. രാത്രിയിൽ ആ വഴി പോകുന്നവർ ഒരു സ്ത്രീയെ കാണാൻ തുടങ്ങി. വെളുത്ത സാരി, നീണ്ട മുടി, മുഖത്ത് അസാധാരണമായ ശാന്തത. അവൾ സഹായം ചോദിക്കും. എനിക്ക് പേടിയുണ്ട്, ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നില്ല എന്ന്. കരുണ തോന്നിയവർ അവളെ കൂടെ കൂട്ടും. എന്നാൽ അവൾക്കൊപ്പം പോയവർ പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ല. പുലർച്ചെ അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തും. ശരീരത്തിൽ വലിയ മുറിവുകളില്ല, പക്ഷേ മുഖത്ത് മരണത്തിന്റെ അവസാന നിമിഷത്തെ അതീവ ഭയം. ചിലർ പറഞ്ഞു അവളുടെ കാലുകൾ നിലത്ത് തൊടുന്നില്ലെന്ന്. ചിലർ പറഞ്ഞു അവളുടെ കണ്ണിലോട്ട് നോക്കിയാൽ ശരീരം തളർന്നു പോകുമെന്ന്. ഗ്രാമം മുഴുവൻ പേടിയിൽ മുങ്ങി. സ്ത്രീകളും കുട്ടികളും വൈകിട്ട് തന്നെ വീടിനുള്ളിൽ അടയ്ക്കപ്പെട്ടു. ദേവപ്രശ്നം നടത്തി, മന്ത്രവാദികളെ വിളിച്ചു. അപ്പോൾ പറഞ്ഞത്, ഒരു സ്ത്രീ വഞ്ചിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ആത്മാവാണ് അവിടെ ഉണ്ടെന്ന്. അവളുടെ വേദനയാണ് അവളെ രക്ഷയാക്കിയതെന്ന്. വലിയ പൂജകളും ഹോമങ്ങളും നടത്തി അവളുടെ ആത്മാവിനെ ഒരു വൃക്ഷത്തിൽ ബന്ധിച്ചുവെന്നാണ് വിശ്വാസം. കുറച്ചു കാലം ആ വഴി ശാന്തമായി. എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും ചിലർ പറയുന്നു, പൂർണ്ണചന്ദ്രനുള്ള രാത്രിയിൽ കല്യാങ്കാട് വഴി നടന്നു പോകുമ്പോൾ പിന്നിൽ ആരോ നടക്കുന്നത് പോലെ തോന്നുമെന്ന്. തിരിഞ്ഞു നോക്കിയാൽ ആരുമില്ല.
വീണ്ടും നടക്കുമ്പോൾ പാദശബ്ദം. ധൈര്യം ചെയ്തു തിരിഞ്ഞു നോക്കുന്നവർക്ക് ദൂരെയായി ഒരു സ്ത്രീ നിൽക്കുന്നത് പോലെ തോന്നും. അടുത്ത നിമിഷം അവൾ കാറ്റുപോലെ അപ്രത്യക്ഷമാകും. ഗ്രാമത്തിലെ മുതിർന്നവർ ഇന്നും പറയുന്ന ഒരേ ഒരു മുന്നറിയിപ്പ് ഇതാണ്: രാത്രി ആ വഴി പോകേണ്ടി വന്നാൽ പിന്നിൽ വിളിച്ചാലും കരച്ചിൽ കേട്ടാലും ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. കാരണം നീ കാണുന്നത് ഒരു യക്ഷിയെയല്ല, നീതി കിട്ടാതെ പോയ ഒരു പെൺകുട്ടിയുടെ ആത്മാവായിരിക്കും. ഈ കഥ നമ്മെ ഭയപ്പെടുന്നത് അവൾ യക്ഷിയായതുകൊണ്ടല്ല, അവളെ യക്ഷിയാക്കി മാറ്റിയ മനുഷ്യരുടെ ക്രൂരത കൊണ്ടാണ്. ഇന്നും കല്യാൺകാട് ശാന്തമാണ്. പക്ഷെ രാത്രിയിൽ കാറ്റ് വീശുമ്പോൾ ചിലർ പറയുന്നു, കാടിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുമെന്ന്. എനിക്ക് പേടിയുണ്ടെന്ന്. ഇത്തരത്തിലുള്ള കൂടുതൽ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.